ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്ത് SIT. ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി. മൂന്നാം തവണയാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്തത്. കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് SITയുടെ നീക്കം. വിവരങ്ങളുമായി ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശാലിനി, ഈ ഇടക്കാല കുറ്റപത്രം വൈകുന്നു എന്നത് വലിയ ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട് SITക്ക്. ഇതിനിടയിലാണ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നത്. എങ്ങനെയാണ് പുതിയ സംഭവവികാസങ്ങൾ? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് SIT ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും രാഷ്ട്രീയ പോരുകളും ഒക്കെ തുടരുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും മൊഴിയെടുക്കലും ഒക്കെ SITയുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ 2025 ശബരിമലയിലെ സ്വർണം ഹൈക്കോടതിയുടെ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ ഉണ്ണികൃഷ്ണൻ പൊറ്റി നൽകിയതുമായി ബന്ധപ്പെട്ടുമുള്ള ചില ചോദ്യം ചെയ്യലുകൾ നടന്നിട്ടുള്ളത്. മൂന്നാം തവണയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്തത്. തിരുവനന്തപുരത്തെ SIT സംഘമാണ് അത്തരത്തിൽ ചോദ്യം ചെയ്യൽ ഇന്നലെ നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗം കൂടിയായിട്ടുള്ള അജികുമാറിനെയും ഇതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായി വിവരം ലഭിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് ഇരുവരെയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ശബരിമലയിലെ സ്വർണം ഹൈക്കോടതിയുടെ അറിവോ അല്ലെങ്കിൽ അവരെ അറിയിക്കാതെയോ കൊടുത്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈകളിലേക്ക് എത്തിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഹൈക്കോടതിയിലടക്കം പിന്നീട് PS പ്രശാന്ത് മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയൊക്കെയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടന്നിട്ടുള്ളത്. എന്തായാലും അടിയന്തരമായി തന്നെ ഇടക്കാല കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലുകൾ തുടരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2025 ഈ സ്വർണം നൽകാൻ എന്താണ് തീരുമാനമുണ്ടായത്, ദേവസ്വം ബോർഡ് യോഗം ചേർന്നാണോ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാനാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ നടന്നിട്ടുള്ളത്. എന്തായാലും PS പ്രശാന്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരിട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PS പ്രശാന്തിന് ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഉയർത്തതിനിടയിലാണ് ഇത് മൂന്നാം തവണയും SIT സംഘത്തിന് മുൻപാകെ PS പ്രശാന്ത് എത്തുകയും ചോദ്യം ചെയ്യലുകൾ മണിക്കൂറുകൾ നീളുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിർണായകമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ചോദ്യം ചെയ്യലുകൾ തലസ്ഥാനത്തും ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിലും സംസ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നത് SIT. ശരി ശാലിനി, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SIT PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇതുവരെയും കുറ്റപത്രം വന്നിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. എന്തായാലും ഒരു അടുത്ത ഘട്ടം ചോദ്യം ചെയ്യലുകൾ നടക്കുമ്പോൾ ഇനിയെങ്കിലും കുറ്റപത്രം വരുമോ എന്നതാണ് അറിയേണ്ടത്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.